ഇത് കൂർഗിലുള്ള മടിക്കേരി ഫോർട്ടാണ്. അപ്പോൾ അതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് ഇതാണ്. അതുപോലെ ആ റോഡിൽ തന്നെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസൊക്കെ ഉണ്ട്. ഞാൻ വണ്ടി അവിടെയാണ് ഇട്ടത്. അതുപോലെ അകത്തും അത്യാവശ്യം കാർ പാർക്കിംഗ് സ്പേസും ബൈക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസൊക്കെ ഉണ്ട്. ഇനി കയറി കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ റൈറ്റിലൂടെയാണ് നമ്മൾ കറങ്ങി അങ്ങ് വരാനായിട്ട്. അപ്പോൾ വരുമ്പോൾ അവിടെ ഒരു ചർച്ചുണ്ട്. അതിനിപ്പോൾ ഒരു ഗവൺമെൻറ് മ്യൂസിയം ആക്കിയിട്ടുണ്ട്. പക്ഷേ അന്ന് പോയ ദിവസം ഒരു തിങ്കളാഴ്ചയായിരുന്നു. അന്ന് അത് അടച്ചിരിക്കുകയായിരുന്നു, എന്തോ ഒരു ഗവൺമെൻറ് ഹോളിഡേ കാരണം. അങ്ങനെ അതിനകത്തോട്ട് കയറാൻ, മ്യൂസിയത്തിനകത്തോട്ട് കയറാൻ പറ്റിയില്ല. പക്ഷേ ഫോർട്ട് മൊത്തം ഒന്ന് കാണാൻ പറ്റിയായിരുന്നു. പക്ഷെ ഫോർട്ടിനകത്തും അവർ കയറ്റി വിടുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നോർമലി അകത്ത് കയറ്റി വിടത്തില്ല എന്നോ. ഇതാണ് ഫോർട്ട്. ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പം ആക്ച്വലി അവിടെ ഒരു റൈറ്റ് സൈഡിലൊരു ചെറിയൊരു ടെമ്പിളും ഉണ്ട്. ഇത് ഫോർട്ടിൻ്റെ വിഷ്വൽസാണ് ഈ കാണുന്നത്. ഫോർട്ടിനകത്തും അവർ കയറ്റി വിട്ടില്ലായിരുന്നു. നോർമലി അത് കയറ്റി വിടത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടെമ്പിൾ. ഇതിനകത്ത് ദർശനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആളുകൾ ഒരുപാട് പേര് വരുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ തമിഴ്നാട്ടിലെ വട്ടക്കോട്ടை എന്നുള്ള സ്ഥലമുണ്ടല്ലോ, അവിടെ ഒരു ഫോർട്ടുണ്ട്. ആ ഒരു ഫോർട്ട് പോലെയാണ് ഈ കാണുന്നത്. അതിൻ്റെ ചുറ്റുമതിലാണ്. ആ മതിലിൻ്റെ മുകളിൽ നമുക്കിങ്ങനെ കയറി ഇങ്ങനെ നടക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. കോട്ടയാണത്. അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഒരുപാട് പ്രാവുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറക്കുന്നത് കണ്ടായിരുന്നു. നല്ല രസമായിരുന്നു അവിടെ നിന്ന് കാണാനായിട്ട്. പിന്നെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ കുറേ മലനിരകളൊക്കെ കാണാം. ആ മതിലിൻ്റെ മുകളിൽ ഞാൻ പറഞ്ഞ അവിടെ കയറി നിന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. ആ ഫോർട്ട് കാണാം. പിന്നെ അതിനടുത്തുള്ള കുറേ കെട്ടിടങ്ങളൊക്കെ കാണാം. എല്ലാം ഒരുപാട് ഇങ്ങനെ പായൽ പിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടത്. പിന്നെ ഈ കോട്ട അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. അതുപോലെ കോട്ടയുടെ അവിടെ ഫ്രണ്ടിൽ അടുത്തുള്ള ലോണൊക്കെ നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മതിലിൽ കൂടെ അങ്ങ് നടന്ന് കുറേ കൂടെ അങ്ങ് മുന്നോട്ട് അങ്ങ് പോകണം. അത് ചുറ്റും ഇങ്ങനെ നടന്നു വരാൻ പറ്റും. പക്ഷേ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഇതുപോലെ കുറേ പൊട്ടിപ്പൊളിഞ്ഞ പോലെ ഒരു റൂയിൻസ് പോലെയാണ് കാണുന്നത്. കുറേ ബിൽഡിങ്ങൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ഫുൾ പായൽ പിടിച്ച് അതിനകത്തൊക്കെ ഒരുപാട് വെള്ളം കെട്ടി കിടപ്പുണ്ടായിരുന്നു. പിന്നെ കുറേ വവ്വാലുകളൊക്കെ ഉണ്ട്. അങ്ങനെ ആകെ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത്. ഫുൾ ചെടിയൊക്കെ പിടിച്ച് അങ്ങോട്ടൊന്നും ആർക്കും പോകാൻ പോലും പറ്റത്തില്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ കാണാം, അകത്ത് വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഇതൊക്കെ പണ്ട് ഫോർട്ടിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോ ഇനി പിന്നീട് എപ്പോഴെങ്കിലും കെട്ടിയ ബിൽഡിംഗ് ആണോ എന്ന് അറിയത്തില്ല. ഉച്ച സമയമാണ്. അവിടെ കുറച്ച് വെയിലൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ നമ്മൾ വെയിലൊന്നും അറിഞ്ഞില്ലായിരുന്നു. ഉച്ച മീൻസ് ഒരു 12 മണിയോട് അടുപ്പിച്ചുള്ള ഒരു സമയമായിരുന്നു. പക്ഷേ ഇങ്ങനെ അവിടെയൊക്കെ കാണുമ്പോൾ ഇവിടെ ഒന്നും പ്രത്യേകിച്ച് ഇങ്ങനെ കാണില്ല. ഓരോ ഉള്ളിലോട്ട് പോകുമ്പോൾ ഇതുപോലെ കുറേ പഴകിയ ബിൽഡിങ്ങും പൊട്ടിപ്പൊളിഞ്ഞൊരവസ്ഥയാണ്. അതുപോലെ ഫോർട്ടിൻ്റെ അവിടെ തന്നെ ഉള്ള മതിലിലൊക്കെ കുറേ ചെതലൊക്കെ പിടിച്ച ഒരു അവസ്ഥ പോലെയാണ് കാണുന്നത്.
ഇത് എന്തോ ഒരു ടോയ്ലറ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങോട്ട് ആർക്കും അടുക്കാൻ പോലും പറ്റത്തില്ല. പിന്നെ ആ കാണുന്ന ചുവപ്പും മഞ്ഞയും കാണുന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത് ഏതൊരു ഗവൺമെൻറ് ഓഫീസ് പോലെയാണ് എനിക്ക് തോന്നിയത് കണ്ടിട്ട്. എന്തോ ഒരു അത് ഫോർട്ടിൻ്റെ ആദ്യ ക്യാമ്പസിൽ തന്നെ ഇരിക്കുകയാണെങ്കിലും എന്തോ ഒരു ഓഫീസ് പോലെ അവർ കെട്ടിയ ബിൽഡിംഗ് ആണ്. പക്ഷെ അതിപ്പോൾ അബാൻഡൻഡ് ആണ്. അപ്പോൾ ആരും യൂസ് ചെയ്യണമെന്നില്ല. അത് വെറുതെ കിടക്കുകയാണ്. ഫുൾ പായലൊക്കെ പിടിച്ച് കണ്ടില്ലേ അവസ്ഥ. അത് എന്തുകൊണ്ടാണ് എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഇപ്പോൾ ഇവിടെ ഇതിനകത്തോട്ട് നോക്കിയാൽ ഫുൾ ഇങ്ങനെ ചെതൽ പിടിച്ചിരിക്കുന്ന കാണാം. അത്രയും ചെതൽ. ഇനി ഫോർട്ടെല്ലാം കണ്ട് തിരിച്ച് മടങ്ങുമ്പോൾ ഈ ഒരു സാധനം കണ്ടായിരുന്നു. അത് ഫോർട്ടിൻ്റെ മതിലൂടെ ചേർന്നാണ് കാണുന്നത്. എന്ത് വെള്ളം ഒഴുകി പോകാൻ ഉള്ള ഒരു സ്ഥലം പോലെയാണ് കണ്ടത്. എന്താണ് ശരിക്കും ആ സ്ട്രക്ചർ ഒന്നും മനസ്സിലായില്ല.